ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ടായപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. എവിടെ പോയതെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. പിന്നെ നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോൾ സമയത്ത് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള കണക്കിന് നമ്മൾ നേരെ പോയത് മലാസിലുള്ള അൽമാസിലേക്കാണ് കേട്ടോ. ഞാനൊരു കോഫി പേഴ്സൺ ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കോഫിയും ബാക്കി എല്ലാവർക്കും ചായയും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സ്നാക്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. മെയിനായിട്ട് അവിടുത്തെ പപ്സ് അടിപൊളി സെറ്റാണ്. പിന്നെ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോയിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ളത് ബൊളിവാർഡ് വേൾഡിലേക്കാണ് കേട്ടോ. ബൊളിവാർഡ് സിറ്റിയിൽ നമ്മൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ വേൾഡിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എൻട്രി ഫീ വരുന്നത് 40 റിയാൽ അങ്ങനെയാണ് കേട്ടോ പെർ പേഴ്സൺ. അത് നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു 1 വീക്ക് മുന്നേ. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ലൊരു അറബിക് വൈബായിരുന്നു കേട്ടോ. നല്ല അറബിക് മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ അവർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് ഏതൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ക്രൗഡഡ് ആയിട്ടാണ് തോന്നുന്നുണ്ട്. വലിയ തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് നല്ല രസമായിരുന്നു കാണാൻ. അതിൻ്റെ അകത്ത് വേറൊരു ലോകം തന്നെയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണത്. പിന്നെ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഫോട്ടോസും വീഡിയോസും മസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ ആ പ്രോസസ്സ് ഒരു കുറവും വരുത്താണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് കയറിയത് മോൻക്ക് ബലൂൺസും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് എൻഗേജ് ആയിരുന്നോട്ടെ വിചാരിച്ചിട്ട്. ഇവിടെ കുറേ കൺട്രീസിൻ്റെ പവലിയൻസ് ഉണ്ട് കേട്ടോ. ഇത് പാരീസാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ശരിക്കും നമ്മൾ അവിടെ പോയ ഒരു ഫീലായിരുന്നു. അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, എല്ലാ കൺട്രീസിൻ്റെയും അതുപോലെ ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മോൻക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ജ്യൂസും എന്തെങ്കിലും സ്നാക്സും മേടിക്കാൻ വിചാരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പുള്ളിയാണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ടൊക്കെ പാടി കേരളയാണെന്നൊക്കെ ചോദിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. ആ പുള്ളി മാത്രമല്ല, ആ ഷോപ്പിലത്തെ എല്ലാവരും മ്യൂസിക്കൊക്കെ വെച്ച് ഡാൻസ് ചെയ്തിട്ടാണ് കേട്ടോ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ അതിൻ്റെ അകത്ത് തരുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെ അതൊരു മ്യൂസിക്കൽ ഷോയും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ചെറിയ പയ്യനാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നടത്തം പിന്നെയും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓരോ പവലിയൻസും അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വേണമെങ്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ വന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിരക്ക് കുറവായിരിക്കും. നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എനിക്ക് തോന്നിയിട്ടോ. എനിക്കാണെങ്കിൽ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞാൻ വേറൊരാൾ പ്രൈവസീനെ നമ്മൾ മാനിക്കണമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്കൈ ലൂപ്പ്, റോളർ കോസ്റ്റർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അതിലാണെങ്കിലും ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അത് കുഞ്ഞു കുട്ടികളെ ഗെയിംസിലാണെങ്കിലും ഭയങ്കര റഷാണ്. അതുകൊണ്ട് വീക്ക് ഡേയ്സ് ആകുമ്പോൾ നമുക്ക് അതൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തമ്മിൽ പറയുമായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇനി എന്തായാലും അവിടെ പോയിട്ട് ഇതൊന്നും കാണണ്ടല്ലോ. അത്രയും അടിപൊളി, അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഇവിടെ റിയാദിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും മസ്റ്റായിട്ട് ഇവിടെ വന്ന് കാണണം. നമ്മുടെ പൈസ എന്തായാലും പോവില്ല, അത്രയ്ക്കും വേർത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയമായപ്പോഴത്തേക്കും മോനും അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മളും അതെ, കാരണം തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ മാറി മാറി മോനെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലൈറ്റ്സും കളേഴ്സും എല്ലാം കാണുന്നത് ആൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ കൺട്രീസിൻ്റെയും ട്രഡീഷണൽ ഫുഡ്സ്, ഡ്രസ്സസും കാര്യങ്ങളും അങ്ങനത്തെ മെയിനായിട്ടാണ് കേട്ടോ എല്ലായിടത്തും ഉള്ളത്. നല്ല രസമായിരുന്നു ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട്. പിന്നെ നമ്മളും ഒരു ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിലൊരു കുഞ്ഞു പൈനാപ്പിളിനൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇന്ത്യൻ പവലിയനിലാണ് കേട്ടോ. ഇവിടെ പൊതുവേ സ്റ്റേജ് ഷോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവലുണ്ട്. ഇന്ന് എന്താ ഇല്ലാത്തതെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഈ ആളെ ഒരു വാശിയും നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൾക്ക് ഇങ്ങനെ റൈഡ് പോവാനും അതുപോലെ ട്രെയിനാണെങ്കിലും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ആദ്യം നമ്മൾ രണ്ടാളും ഒന്ന് മടിച്ചിട്ടുണ്ടായിരുന്നു മോനെ ഇതിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ളൂ. കാര്യം വേറെ ഒന്നുമല്ല, ഇതിൽ കയറി കഴിഞ്ഞാൽ റൈഡ് കഴിഞ്ഞാലും ആൾ ഇറങ്ങൂല, ഭയങ്കര മടിയാണ്. പിന്നെ കരയിക്കേണ്ടല്ലോ വെച്ചിട്ട് നമ്മളങ്ങനെ വിട്ടതാണ് കേട്ടോ. പിന്നെ വാശി പിടിക്കൽ കുറച്ച് കൂടിയപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും കയറ്റിയിട്ടുണ്ട് കേട്ടോ. 20 റിയാലേ ഒരാൾക്ക് വരുന്നുള്ളൂ. പിന്നെ ഇത് കുട്ടികളുടെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ വലിയ റഷോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ.
3 റൗണ്ടാണ് 20 റിയാലിന് ഇവിടെ ചാർജ് ചെയ്യുന്നത്. നമുക്ക് അവിടുന്ന് ടിക്കറ്റ്സ് എടുക്കുക, നമ്മളൊരു കാർഡ് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കാർഡ് കാണിച്ചാൽ മതി. അങ്ങനെ ആ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആളിതിൽ കയറിയതും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡ്രൈവ് ചെയ്യണ പോലെ തന്നെ സ്റ്റിയറിങ് തിരിക്കുക, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, മാഷാ അല്ലാ. നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് പോലെ തന്നെ ആൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞതും ആളെ ചിരിയും കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം 3 റൗണ്ട് കഴിഞ്ഞ് അവനെ അതിൽ നിന്ന് ഇറക്കിയതും ആൾ കരച്ചിൽ തുടങ്ങി രണ്ടാമതും കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളെന്ത് ചെയ്തിട്ടും ആളൊന്ന് കൂളാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോയത് ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമാണ് കേട്ടോ. അത് പോയി ഗെയിം കളിച്ച് നമുക്കൊരു കുഞ്ഞ് പൈനാപ്പിളൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞതും പിന്നെ അവൻ തിരിച്ച് ആ റൈഡിലേക്ക് തന്നെ ഓടുക, ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ട് രണ്ടാമതും ടിക്കറ്റ് ഒന്നുകൂടി എടുത്ത് അവനെ ഒന്നുകൂടി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതും നമ്മൾ ആ ഭാഗത്തുനിന്നേ വേഗം പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും കരച്ചിൽ തുടങ്ങിയാലോ വിചാരിച്ചിട്ട്. പിന്നെ അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പ്രശ്നമല്ല, ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാനിത് ദൂരെ നിന്ന് കാണുന്ന സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ കയറണം എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ അടുത്ത് പോയി അതിലുള്ള ആൾക്കാരുടെ കാറലും കൂവലൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ പകുതി കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചതിനും കാട്ടി കുറച്ചും കൂടി കൂടുതൽ ഹൈറ്റ് ഉണ്ട്. അപ്പം പിന്നെ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ താഴെ നിന്ന് കണ്ടിട്ട് തിരിച്ച് പോരുകയാണ് ചെയ്തത്. പിന്നെ ഇതൊക്കെ നമുക്കൊരു മെമ്മറിയാണ്. കാരണം നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ വണ്ടർലയിലൊക്കെ പോയി ചില്ല് ചെയ്തതൊക്കെ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരും കേട്ടോ. അങ്ങനെ നമ്മൾ കറങ്ങി അടിച്ച് പിന്നെയും ഫുഡ് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കരച്ചിലൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ വിശന്നിട്ടുണ്ടാവും. അപ്പോൾ സമൂസ വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മളിത് രാജസ്ഥാനിലെത്തിയിരിക്കുകയാണ്. അവിടെ എല്ലാവർക്കും വേണ്ടി പാട്ടൊക്കെ പാടി എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ഡ്യൂട്ടീസ് കാര്യങ്ങൾ, ഡ്രസ്സസ്, അങ്ങനെ രാജസ്ഥാനി ടൈപ്പ് ഒരുപാട് ഉണ്ടായിരുന്നു. അവിടെ റഷ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഇതും കൂടി കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് അത്രയ്ക്കുള്ളൂ.